Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. 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 ഫുഡ് കഴിച്ചോ? യെസ് മാം. കഴിഞ്ഞ ദിവസം ക്ലാസ്സിലെടുത്തതൊക്കെ എല്ലാരും വായിച്ചൊക്കെ നോക്കിയാ? Yes, ma'am. Yes, ma'am. വായിച്ചു മാം. മനസ്സിലായ എന്തെങ്കിലും ഉണ്ടാ? Ma'am. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ ലാസ്റ്റ് പോയിട്ടില്ലേ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞത്? അതെ. അത് ഞാൻ ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നമ്മുടെ എന്താ പറഞ്ഞത്? നമ്മുടെ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ കഴിഞ്ഞ വീക്കിൽ എന്താ പറഞ്ഞേ? ഡിസ്റ്റൻസ്, അകലം, ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, അതെന്ന് വെച്ചാല് ശരിക്കും നമ്മളിപ്പോ വീടൊക്കെ പണിയുമ്പോൾ നമ്മളൊരു സ്റ്റെയർ കേസ് ഇടും. എന്തിനാ? നമ്മൾ മുകളിലേക്ക് പണിതില്ലെങ്കിലും നമ്മൾ സ്റ്റെയർ കേസ് ഇടും. എന്തിനാ നമ്മൾ അങ്ങനെ സ്റ്റെയർ കേസ് ഇടുന്നത്? പിന്നീട് നമുക്കത് പണിയാൻ വേണ്ടിയിട്ട്. പിന്നീട് നമ്മൾ കാശുള്ള സമയത്താണ് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെയർ കേസ് ഇട്ടു പിന്നീട് നമ്മൾ പണിയാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ ഈ ഹോസ്പിറ്റലില് എന്ത് ചെയ്യും? ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഗ്യാപ്പ് അവിടെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കും. അത് പിന്നീട് എന്തെങ്കിലും ആക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? അതാണ് സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് കറക്റ്റ് ക്ലിയർ ആക്കി തന്നില്ല. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്യട്ടെ. ഓക്കെ, പറയാം. ഒരു 2 മിനിറ്റ് എല്ലാവരും ജോയിൻ ചെയ്തിട്ടാ. 159 ആയുള്ളൂ. ഞാൻ ഒന്നും കൂടി അത് പറഞ്ഞുതരാം പോയിന്റ്. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ എല്ലാവരും ജോയിൻ ചെയ്തിട്ട്. ഓക്കെ, എന്റെ വീഡിയോ ഓൺ ആണല്ലോ. എന്നെ ആർക്കും കാണാൻ പറ്റണില്ല എന്നെ? ഓക്കെ, അപ്പൊ വീഡിയോ കാണാൻ പറ്റാത്തവര് ഒന്ന് ഇറങ്ങിയിട്ട് കേറി നോക്ക്. നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. ഒന്ന് ഇറങ്ങി കേറി നോക്കിയാൽ റെഡി ആയിക്കോളും.
ഓക്കെ, ഇനി ആരും ജോയിൻ ചെയ്യില്ല എന്ന് തോന്നുന്നത്. 163. ഓക്കെ, പറയട്ടെ. നമ്മള് സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്? എന്തിനാ നമ്മളൊരു ഗ്യാപ്പ്, അതെന്തിനാണെന്ന് വെച്ചാലേ ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ ഇപ്പൊ പണിയാനില്ലെങ്കിലും പിന്നീട് പണിയാനായിട്ട്, പിന്നീട് ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഇട്ട് വെക്കും. അതാണ് പറഞ്ഞത് സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ. നമ്മൾ വീട് പണിയുമ്പോൾ സ്റ്റെയർ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്, സ്റ്റെയർ കേസ് നമ്മൾ മുകളിൽ റൂമില്ലെങ്കിലും നമ്മളൊരു സ്റ്റെയർ കേസ് പണിതിടും. എന്തിനാ? പിന്നീട് മുകളിലേക്ക് റൂം എടുക്കുമ്പോ ആ സ്റ്റെയർ കേസ് നമുക്കൊരു ഉപകാരത്തിൽ പെടായിരിക്കും. അതുകൊണ്ട് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും. അതുപോലെ ഹോസ്പിറ്റലിലും നമ്മൾ ഇതുപോലെ ലൊക്കേഷൻ ഓഫ് OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഓരോ ലൊക്കേഷൻ ഇടുമ്പോഴും നമ്മൾ അവിടെ എന്ത് ചെയ്യും? ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ട് വെക്കും. OPD ചെറിയ ചെറിയ ആ സൈഡിൽ എവിടെയെങ്കിലൊക്കെ ചെറിയ ഗ്യാപ്പ് ഇട്ട് വെക്കും. അത് പിന്നീട് എന്തെങ്കിലും വേണ്ടിയിട്ട്, പിന്നീട് അവിടെ എന്തെങ്കിലും വേറെ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതാണ് സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി എല്ലാവർക്കും? ഓക്കെ, കഴിഞ്ഞ ദിവസം എല്ലാവരും അത് വായിച്ച് മോക്ക് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റിയ മോക്ക് ടെസ്റ്റ്? ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ഡൗട്ടാ, പറഞ്ഞത് മനസ്സിലാവാത്തതാ, എന്തെങ്കിലും വായിച്ചിട്ട് കിട്ടാത്തതാ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ നിങ്ങൾക്ക്? അന്നെടുത്തതില് നമ്മൾ എടുത്തതില് ഇല്ല, ഒന്നുമില്ല, എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായി എന്ന് പറഞ്ഞത് നല്ലത്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മളെ ലൊക്കേഷൻ ഓഫ് OPD, ഔട്ട് പേഷ്യന്റ് ലൊക്കേഷൻ മൊത്തം കഴിഞ്ഞു. അവിടെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കുന്നത് ഏരിയ ഓഫ് OPD. ഏരിയ ഇനി നമ്മൾ എടുക്കുന്നത് എന്താ? എവിടെയാണ് നമ്മള് നമ്മൾ അന്ന് പറഞ്ഞ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ അല്ലേ? കറക്റ്റ് അല്ല, ആ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ അല്ല. അവിടെ സ്കോപ്പ് ഗ്യാപ്പ് വേണം, ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഗ്യാപ്പ് ശരിക്കും വരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്യാപ്പ് ഇടുന്നത്. പിന്നീട് അവര് എന്തെങ്കിലും ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടാണ് അവിടെ ഗ്യാപ്പ് ഇടുന്നത്. എനിക്കൊരു ഡൗട്ട് വന്നത്, ഞാനപ്പോ അത് അവിടെ ചോദിച്ചപ്പോ അവർ എന്റെ അടുത്ത് പറഞ്ഞു, ശരിക്കും ആ ഗ്യാപ്പ് വന്നത് സ്കോപ്പ് ഓഫ് എക്സ്പാൻഷനിൽ ഗ്യാപ്പ് അതിന് വേണ്ടിയിട്ടാണ്. നമ്മള് OP ഇടുമ്പോ ശരിക്കും നമ്മൾ എങ്ങനെയായിരിക്കും OP? ഒരു OP കഴിഞ്ഞ് നമുക്കറിയാം സാധാരണ ഒരു OP എങ്ങനെയായിരിക്കും. ഒരു OP കഴിഞ്ഞ് ഒരു കുറച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞ് അടുത്ത OP, പിന്നത്തെ OP ഡിസ്റ്റൻസ്, അത് ശരി കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഈ ഗ്യാപ്പ് കൂടാതെ സൈഡിൽ അവിടെ ഇവിടെ ഒക്കെ ചെറിയ ഗ്യാപ്പുകൾ ഇട്ടിട്ടുണ്ടാവും. ഇപ്പൊ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് OP എന്ന് നമ്മൾ പറഞ്ഞു. ആ OPയുടെ വീട്ടിൽ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ലിഫ്റ്റിന്റെ സൈഡിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടാവും. ലിഫ്റ്റിന്റെ സൈഡിലായിട്ട് എവിടെയെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോ ഗ്രൗണ്ട് ഫ്ലോർ എവിടെയാണെന്ന് നമ്മൾ നോക്കാം. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ താഴെയാണ് ഗ്രൗണ്ട് ഫ്ലോർ നമുക്കറിയാലോ. അവിടെ OPകൾ ഉള്ളോട്ട് ലിഫ്റ്റ് ഉണ്ടാവും. ഇപ്പൊ എല്ലായിടത്തും ലിഫ്റ്റ് ഇറങ്ങി വന്ന് കുറച്ച് നീങ്ങിയിട്ട് OPകൾ നിറഞ്ഞിരിക്കുമ്പോ ആ ലിഫ്റ്റിന്റെ സൈഡിലായിട്ട് എവിടെയെങ്കിലും കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കോ, ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ ശരിക്കും ആ ഗ്യാപ്പ് നമ്മൾ കാണില്ല. പക്ഷെ പിന്നീട് അത് എന്തെങ്കിലും വരുമ്പോഴാണ് അവിടെ വെറുതെ ആ സ്ഥലത്ത് അവർ ഇട്ടേർന്നത് അത് ഇതിനാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പിന്നീട് പണിയാനായിട്ട് അവര് അതിന് എന്താന്ന് വെച്ചാൽ അങ്ങനെ ഉള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒരു OPക്ക് ഇത്രയും ഡിസ്റ്റൻസ് അങ്ങനെ ഒരു ഗ്യാപ്പ് എന്നല്ലേ പറഞ്ഞത്. അത് ശരിക്കും OPക്ക് ഉണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്ന സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ ശരിക്കും പറഞ്ഞത് കുറച്ച് സ്ഥലം അവരിങ്ങനെ ഒഴിച്ചിടും. പിന്നീട് എന്തെങ്കിലും പണിയാൻ വേണ്ടിയിട്ട് അത് ഈ OPയുടെ അടുത്തുണ്ടാവും. OP എവിടെ ആയിരിക്കും? ആ ഭാഗത്തായിരിക്കും ഇത് ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് ലൊക്കേഷൻ ഓഫ് OPD പറഞ്ഞത്. ഞാനത് ഈ പ്രാവശ്യം അത് തിരുത്തി തന്നത് അതുകൊണ്ടാണ്, നിങ്ങൾ ക്ലിയർ ആവാൻ വേണ്ടി. എന്തായാലും ഗ്യാപ്പ് തന്നെയാണ്, പക്ഷെ പിന്നീട് അത് എന്തെങ്കിലും വേണ്ടിയിട്ട് വെച്ചേക്കണ ഗ്യാപ്പാണ്. ഓക്കെ, മനസ്സിലായ? ഓക്കെ, ഇനി അതിൽ ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഏരിയ പഠിക്കുന്നത്. നമ്മൾ ഏരിയ നമ്മൾക്കറിയാം, നമ്മൾ പറഞ്ഞു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ എന്തെല്ലാം നമ്മൾ പഠിച്ചു ക്ലാസ്സിൽ. ഔട്ട് പേഷ്യന്റ് എങ്ങനെയാണ്, അതിന്റെ ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ,
എല്ലാം കഴിഞ്ഞു, ഒബ്ജക്റ്റീവ് കഴിഞ്ഞു, പിന്നെ അതിന്റെ സ്കോപ്പ് ഐഡന്റിക്കപ്പെടും, പിന്നെ ലൊക്കേഷൻ വിളിച്ചു. ഇനി ഏരിയ വെറുതെ വായിച്ചു നോക്കാനുള്ളൂ. സിമ്പിൾ ആണ്. നമുക്ക് ഒരു ഏരിയ നോക്കാം. പേഷ്യന്റ് ഏരിയ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് ഫസ്റ്റ് തന്നെ വന്ന് സ്ക്രീനിൽ കാണിക്കും. ഓക്കെ സോറി ടാ, സ്ക്രീൻ ഷെയർ ചെയ്തില്ല, സോറി ഇപ്പൊ കാണിക്കാം. ഓക്കെ, കാണാൻ പറ്റണ്ട? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതിലെ ഏരിയ നോക്കിയേ. ഓക്കെ, പേഷ്യന്റ് ഏരിയ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാം. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലോട്ട് വരെയാണ്. പേഷ്യന്റ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഒരു പേഷ്യന്റ് ഫസ്റ്റ് തന്നെ എന്താ വരും. അതെവിടെയാണ് ഫസ്റ്റ് വരുന്നത്? ആ പേഷ്യന്റ് ഏരിയ ഫസ്റ്റ് വരുമ്പോ തന്നെ എന്തായിരിക്കും? എൻട്രൻസ്. നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഫസ്റ്റ് തന്നെ കാണുന്നോടത്ത് എന്തായിരിക്കും? എൻട്രൻസ് ആയിരിക്കും അല്ലേ? ആ എൻട്രൻസില് എന്തുണ്ടാവും? ആ എൻട്രൻസിന്റെ അവിടെ ഫസ്റ്റ് എന്തുണ്ടാവും? ഫസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു, പേഷ്യന്റ് വന്നു, എൻട്രൻസിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? എവിടൊക്കെ ആദ്യം പോകാം? ആദ്യം നമ്മൾ ഓടിക്കേറി നമ്മൾ ഡോക്ടറെ കാണാൻ അങ്ങനെ പോകുമോ? ഇല്ല, നമ്മൾ ആദ്യം വന്ന് റിസപ്ഷനിൽ ചെല്ലും. കാരണം നമ്മൾക്ക് ഡോക്ടർ ഏതാണ്, ഡോക്ടർ എപ്പോഴൊക്കെ ഇരിപ്പുണ്ട്. നമ്മളൊരു പേഷ്യന്റ് ആയിട്ടാണ് പോണത്. സീരിയസ് ആയ എമർജൻസി കേസ് ആയിട്ടല്ല. സീരിയസ് ആണ് എമർജൻസി കേസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരെ പോണത് എവിടേക്കായിരിക്കും? കാഷ്വാലിറ്റി ഡോക്ടർമാരെ കാണാനായിരിക്കും. പക്ഷെ അത് നമ്മളെ കൊണ്ടുപോണ്. നമ്മൾ സാധാരണ ലെവലില് നമ്മള് ഒരു ഡോക്ടറെ OP നമ്മൾ പഠിക്കുന്നത് എന്താ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റാ. അപ്പൊ നമ്മൾക്ക് OP ഡോക്ടറെ എടുത്തിട്ടാണ് പോകേണ്ടത്. അപ്പൊ നമ്മൾ OP ഡോക്ടറെ കാണാനായിട്ടാണ് OPയിൽ ഇരിക്കുന്ന ഡോക്ടർ. നമ്മൾ പഠിക്കുന്നത് ഔട്ട് പേഷ്യന്റ്. നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോഴും നമ്മൾ എന്താ പഠിക്കണേന്ന് വിട്ടു പോകരുത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ എൻട്രൻസിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നോക്കുമ്പോ റിസപ്ഷൻ കാണും. അപ്പൊ എൻട്രൻസ് കഴിഞ്ഞാൽ സെക്കൻഡ് എന്തുണ്ടാവും? റിസപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ റിസപ്ഷനിൽ എന്തുണ്ടാവും? അവിടെയാണ് നമ്മള് രജിസ്റ്റർ ചെയ്യണം. അവിടെ ഒരുപാട് പേര് കമ്പ്യൂട്ടറിൽ വെച്ച് ഇങ്ങനെ നേരം നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കും, എന്താ പറയാ? എനിക്ക് ഇന്ന ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ എനിക്ക് ഇതാണ് അസുഖം, എനിക്ക് ഡോക്ടർ. അപ്പൊ ഏത് ഡോക്ടറെയാണ് കാണണ്ടേന്ന് അവര് പറയും. അപ്പൊ അവര് പറയുമ്പോ നമ്മളെ രജിസ്ട്രേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പേര്, വയസ്സ്, അഡ്രസ് ഒക്കെ അങ്ങോട്ട് കൊടുത്ത് അവരെന്ത് ചെയ്യും? അത് രജിസ്റ്റർ ചെയ്യും. ഓക്കെ, അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ ചെയ്തു. പിന്നെ റെക്കോർഡ് റൂം. അവര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവര് വേഗം പോയി എന്ത് ചെയ്യും? നമ്മളൊക്കെ ഒരു ഫയൽ തന്നെ. നമ്മുടെ മെഡിക്കൽ റെക്കോർഡൊക്കെ നമ്മൾ ഇനി പഠിക്കും. നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അപ്പൊ റെക്കോർഡ് വേണം. അപ്പൊ അവര് നേരെ എന്ത് പോവും? അവിടെ ഒരു റെക്കോർഡ് റൂം ഉണ്ടാവും. ഇതൊക്കെ അടുത്തടുത്ത് പേഷ്യന്റ് ഏരിയ. ഇതൊക്കെ എവിടെയായിരിക്കും? തൊട്ട് കുറെ നീങ്ങിയൊന്നാവില്ല. ഒരു ഏരിയയില് പേഷ്യന്റ് ഏരിയ ആ സ്ഥലത്ത് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മള് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഒരു കമ്പ്യൂട്ടറിൽ പേരൊക്കെ അടിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മളോട് പറയും നിങ്ങൾ എവിടെ പോയിരിക്കണം? നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറയും. പക്ഷെ വെയിറ്റ് ചെയ്യാൻ പറയുമ്പോ തന്നെ ഇവര് എവിടൊക്കെ പോണേ? റെക്കോർഡ് റൂമിൽ പോയി ഫയൽ എടുക്കണം. പുതിയ ഫയൽ എടുത്തുകൊണ്ട് വന്ന് ആ പുതിയ ഫയലിലാണ് നമ്മുടെ പേരൊക്കെ എൻ്റർ ചെയ്യുന്നത്. അപ്പൊ റെക്കോർഡ് റൂമിൽ പോയി പിന്നെ ഇവരെന്ത് ചെയ്യും? നമ്മളോട് എന്ത് പറയും? വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യണ ഏരിയ അവിടെ ഉണ്ട്. കുറെ നീങ്ങി അവിടെ തന്നെ കുറെ കസേരക്ക് ചെയറൊക്കെ ഇട്ട് ഇങ്ങനെ നിരത്തിരിപ്പുണ്ട്. അപ്പൊ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോ നമുക്ക് തോന്നിയത് കുറച്ചൊന്ന് ഭയങ്കര ക്ഷീണം, കുറെ നേരമായി ഇരിക്കണം, ഒന്നും ഡോക്ടറെ കാണാൻ പറ്റണില്ല. അപ്പൊ നമുക്കൊന്ന് ചെറിയൊരു ചായ കുടിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സ്നാക്സ് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നും. അപ്പൊ അവിടെ ചെറിയ എന്തുണ്ടാവും? ഒരു ചെറിയ സ്നാക്സ് ബാർ ഉണ്ടാവും. ഒരു ചെറിയ, നമ്മളിപ്പോ വലിയ ഹോസ്പിറ്റലിലൊക്കെ കണ്ടു കാണും. അങ്ങനെ ചെറിയ നമുക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കാൻ ഒരു സ്നാക്സ് ബാർ. അത് പറഞ്ഞ് വലിയ ബിരിയാണി അങ്ങനത്തെ പോലെ വലിയൊരു ഇതൊന്നും ആവില്ല, ചെറുത്. പിന്നെ അവിടെ എന്തുണ്ടാവും? നമുക്ക് ക്യാഷ് എടുക്കാനായിട്ട് ATM മെഷീൻ എന്തെങ്കിലും ഉണ്ട്. നമുക്ക് കാർഡൊക്കെ ഉള്ളവർക്ക് കാശ് എടുക്കാനൊക്കെ ആയിട്ട് ഒരു സൈഡിൽ ഒരു മൂലക്ക് ഒരു കോർണറിലായിട്ട് ഒരു ATM കൗണ്ടർ ഉണ്ട്. അപ്പൊ എന്തൊക്കെയുണ്ട് പേഷ്യന്റ് ഏരിയയില്? എൻട്രൻസ്. നിങ്ങളിങ്ങനെ പഠിക്കാനൊന്നുമില്ല, ഇതിനൊന്നും പഠിക്കാനില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പേഷ്യന്റ് ഏരിയയിൽ എന്തുണ്ടെന്ന്. ചിലപ്പോ നിങ്ങളോട് എങ്കിലും ചോദിക്കൂ, വെയിറ്റിംഗ് എവിടെയുള്ളത്? വെയിറ്റിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ പെടോ ക്ലിനിക്കൽ ഏരിയ പെടോ എന്ന് ചോദിക്കും.
അപ്പൊ ആ നേരത്തെ വെയിറ്റിംഗ് എവിടെ പെടും നമ്മൾ കൺഫ്യൂഷൻ അടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ പറയാൻ പറ്റണം പേഷ്യന്റ് ഏരിയ ആണ് വെയിറ്റിംഗ്. വെയിറ്റിംഗ് ഏതാ? പേഷ്യന്റ് ഏരിയ. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും. ആ പേഷ്യന്റ് ഏരിയ ഒന്ന് വായിച്ചു നോക്കിയേ. കിട്ടിയ? ഓക്കെ, വായിച്ചു. അപ്പൊ നീ മറക്കരുത്, നമ്മള് ഫസ്റ്റ് തന്നെ പേഷ്യന്റ്, ഞാനിങ്ങനെ ഒരു പേഷ്യന്റ് വന്നു, റിസപ്ഷനിൽ നിന്നു, രജിസ്റ്റർ ചെയ്തു, ഫയൽ എടുത്തു, റെക്കോർഡ് ചെയ്തു, വെയിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞെന്താ നിങ്ങൾക്കത് മനസ്സിലാകാൻ, നിങ്ങൾക്കത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റ് ആയിട്ട് ഞാൻ വന്ന പോലെയൊക്കെ പറഞ്ഞത്. ശരിക്കും എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, വെയിറ്റിംഗ്, സ്നാക്ക് ബാർ, ATM മെഷീൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് വെച്ചാൽ എന്താ? അവിടെ ഫുള്ള് ഓഫീസുകളായിരിക്കും. ഒരു ഏരിയയിൽ ഫുള്ള് എന്തായിരിക്കും? ഓഫീസുകളായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ഓഫീസ് അവിടെ ഉണ്ടെന്ന്. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരാം അതൊരു ഓഫീസ് ഏരിയയാണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താ? ഓഫീസുകള് മനസ്സിൽ വരണം. അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്. ഓക്കെ, അതിലെന്തൊക്കെ എല്ലാ ഓഫീസും വരും. ഓഫീസിൽ ഇരിക്കുന്ന കാര്യങ്ങള്, പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ എൻക്വയറി ചെയ്യുമ്പോൾ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ ഫസ്റ്റ് ഒരു മുറി ഉണ്ടാവും, ഒരു റൂമും. ആ റൂമിൽ ആരിപ്പുണ്ടാവും? അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്. അവിടെ ആരിപ്പുണ്ടാവും? അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്. നമ്മളെ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങള്, നമ്മൾ പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും, ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എല്ലാത്തിന്റെയും ഇൻചാർജ് ആർക്കായിരിക്കും? ഈ അഡ്മിനിസ്ട്രേറ്റർക്കായിരിക്കും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു ഓഫീസ് ഫസ്റ്റ് തന്നെ. അതെവിടെ? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. നമ്മളിപ്പോ വലിയ വലിയ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. എവിടെയാണ് ഈ പബ്ലിക് റിലേഷൻ, PRO ഇരിക്കുന്ന എവിടെയാണ്, ബില്ലടിക്കുന്ന എവിടെയാണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോ നമ്മളോട് അവർ പറയും അത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലാണെന്ന് പറയും. അപ്പൊ നമ്മൾ ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. അത് ഏത് ഫ്ലോറാ, സെക്കൻഡ് ഫ്ലോറാന്നൊക്കെ ഉണ്ടാവും. അപ്പൊ വലിയ വലിയ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മൾ പോയി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്താ? ഒരു ആരോ ഇട്ടിട്ടുണ്ടാവും. തിരിച്ചൊരു ആരോ ഇട്ടിട്ട് ഇങ്ങോട്ട് പോയാ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ഇപ്പുറത്ത് പോയാ ഇത് പേഷ്യന്റ് ഏരിയ, വേറൊരു ആരോ മുകളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലിനിക്കൽ ഏരിയ. അങ്ങനെ ഓരോ ഏരിയ ആയിട്ട് തിരിച്ച് സൈൻ ചെയ്ത് ഇങ്ങനെ ഒരേ സൈനോട് കൂടി ഒരു ആരോ മാർക്ക് പോലെ ഒരു സൈൻ ഇല്ലേ, അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് പറയണത് മനസ്സിലാവണുണ്ടാ? ഓക്കെ, അപ്പൊ നമ്മള് ഓക്കെ അതെ, നിങ്ങൾ എപ്പോഴും മെസ്സേജ് നിങ്ങള് ഒരു മെസ്സേജ് ഒക്കെ പെട്ടെന്നൊന്നും ഇല്ലാണ്ട് ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ ഒരു റെസ്പോണ്ട് ഇല്ലാണ്ടാവുമ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് മനസ്സിലാവണില്ല, ഞാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ എന്റെ ഒരു സംസാരം ആ ഒരു സ്ലാങ് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതെനിക്ക് മനസ്സിലാവും. ഒന്നാമത് ഈ മുസ്ലിംസിന്റെ ഒരു സംസാര രീതി പോലെ തോന്നുന്നുണ്ട് എനിക്ക്. മുസ്ലിംസ് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ബുദ്ധിമുട്ട് ഇല്ല? ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ നോക്കാം അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. അപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്റർ അവിടെ മെയിൻ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവിൽ എന്തായിരിക്കും? അഡ്മിനിസ്ട്രേറ്ററിന്റെ ഓഫീസ്. പിന്നെ അവിടെ അടുത്ത റൂമിൽ ആരിട്ടുണ്ടാവും? PRO. അടുത്ത റൂമിൽ ആരിട്ടുണ്ടാവും? PRO. അതാണ് പബ്ലിക് റിലേഷൻ ഓഫീസ്. നമ്മുടെ പേപ്പർ, ഇൻഷുറൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നത് PRO ഉണ്ട്. ഒരു ആക്സിഡന്റ് വന്നാൽ അതിനെന്തായാലും ഇൻഷുറൻസ് കേസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ കൊണ്ടുപോയി സൈൻ ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആരെ കാണിക്കും? PROനെ കാണിക്കും. അതാണ് പബ്ലിക് റിലേഷൻ ഓഫീസ്. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ആർക്ക് കൊടുക്കണം? ഓക്കെ, ഫസ്റ്റ് പ്രയോറിറ്റി നമ്മള് ആർക്ക് കൊടുക്കണം? അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കണം. അപ്പൊ നമ്മള് ഫസ്റ്റ് ആർക്ക്? അഡ്മിനിസ്ട്രേറ്റർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. സെക്കൻഡ് PRO, അതാണ് പബ്ലിക് റിലേഷൻ ഓഫീസ്, PRO. അപ്പൊ രണ്ടാമത്തെ പ്രയോറിറ്റി ഉള്ളു PROക്ക്.
അപ്പൊ നമ്മളൊക്കെ അതിന്റെ മുകളിലാ. നമ്മളൊക്കെ എന്താ പഠിക്കണേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററെ പഠിക്കാൻ എന്താ നമ്മള്. അപ്പൊ നമ്മളൊക്കെ ടോപ്പിൽ വരും. ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനില് അവർക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് എല്ലാം അറിയണം. എല്ലാ കാര്യങ്ങളും ഫുൾ ഇൻചാർജ്. ഇവരുടെയൊക്കെ വലിയ ആളായിരിക്കും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. അപ്പൊ അവർക്ക് നല്ലൊരു റൂം ഫസ്റ്റ് തന്നെ. സെക്കൻഡ് റൂം പബ്ലിക് റിലേഷൻ ഓഫീസിന് PRO. തേർഡ് റൂം, മൂന്നാമത് അവിടെ ഒരു മുറിയുണ്ട്, അത് അക്കൗണ്ട്സ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും അവിടെ വല്ല ബില്ലിങ്, മറ്റേ കാര്യങ്ങൾ, ഇൻഷുറൻസിന്റെ ബില്ലിങ്, മറ്റെല്ലാ കാര്യങ്ങളും ക്യാഷ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാരും അക്കൗണ്ട്സിന് ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടാവും. പിന്നെ ബില്ലിങ്, നമ്മൾ പോയി ബില്ലടിച്ചു, അങ്ങനെ ബില്ലിന്റെ കാര്യങ്ങളൊക്കെ വേറൊരു റൂം ഉണ്ടാവും, അത് ബില്ലിങ്. ഇതൊക്കെ സെപ്പറേറ്റ് റൂം എന്ന് പറയണത് PROക്ക് സെപ്പറേറ്റ് റൂം ആയിരിക്കും, പബ്ലിക് റിലേഷനും. ബാക്കിയൊക്കെ ഒരൊറ്റ ഇതായിരിക്കും, കൗണ്ടർ ആയിരിക്കും വ്യത്യാസം. ഓക്കെ, നമ്മുടെ അക്കൗണ്ട്സ്, ബില്ലിങ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരേ സെക്ഷൻ ആയിരിക്കും, പക്ഷെ തിരിച്ചിട്ടുണ്ടാവും. അവർക്ക് ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടില്ല, കുറച്ച് ഓപ്പൺ ആയിട്ട് തിരിച്ചിട്ടിട്ടുണ്ടാവും. പിന്നെ സെക്യൂരിറ്റി, അതിന്റെ കുറച്ച് നീങ്ങിയിട്ട് ആ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ തന്നെ കുറച്ച് നീങ്ങിയിട്ട് അവർക്ക് വിളിച്ചാൽ പെട്ടെന്ന് വരാൻ പാകത്തില്, പെട്ടെന്ന് കിട്ടാൻ പാകത്തില് അവിടെ ആരുണ്ടാവും? സെക്യൂരിറ്റിക്ക് ഒരു ചെറിയ റൂമൊക്കെ വെച്ച് ഒരു കസേരക്ക് ഇട്ട് അവിടെ ആരിപ്പുണ്ടാവും? സെക്യൂരിറ്റി ഇരിപ്പുണ്ടാവും. അപ്പൊ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഈ പബ്ലിക് അഡ്മിനിസ്ട്രേറ്റർക്ക്, പബ്ലിക് റിലേഷൻ അവിടെ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വിളിക്കുക. അത് എവിടെ അധികം പോകണ്ട, ആ ഏരിയ തന്നെ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ തന്നെ. പിന്നെ ട്രാൻസ്പോർട്ട്, അവിടെ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് വേണ്ട വണ്ടികൾ ഏതായാലും നമ്മള് കാറ് അങ്ങനത്തെ ഉള്ള വണ്ടികളൊക്കെ എവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും? ട്രാൻസ്പോർട്ട് എവിടെ ഉണ്ടാവും? അതും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയില് ഒരു സെക്ഷനിൽ ഉണ്ടാവും. പിന്നെ സ്റ്റോർ റൂം, അതിന്റെ അരിയത്ത് തന്നെ സ്റ്റോർ റൂം ഉണ്ടാവും. സ്റ്റോർ റൂം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ സാധനങ്ങൾ, ഇപ്പൊ കോട്ടൺ, പിന്നെ എന്താ സിസേഴ്സ്, ഹോസ്പിറ്റലിന് വേണ്ട എക്യുപ്മെന്റ്, എല്ലാ എക്യുപ്മെന്റും, എല്ലാ സാധനങ്ങളും, ഹോസ്പിറ്റലിന് വേണ്ട കാര്യങ്ങളുള്ള എല്ലാ സാധനങ്ങളും എവിടെ ഉണ്ടാവും? സ്റ്റോർ റൂമിൽ ഉണ്ടാവും. ആ സ്റ്റോർ റൂം ഏത് ഏരിയയിലായിരിക്കും? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ ഒരറ്റത്തുണ്ടാവും. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ എന്തൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾ പഠിക്കാം. അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്, പബ്ലിക് റിലേഷൻ ഓഫീസ്, അക്കൗണ്ട്സ്, ബില്ലിങ്, അത് ഒരുമിച്ച് പഠിക്കാം. അപ്പൊ കുഴപ്പമില്ല, മറക്കില്ല. അക്കൗണ്ട്സ്, ബില്ലിങ്, പിന്നെ സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, അത് പഠിച്ചു നോക്കിയേ. സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സെക്യൂരിറ്റി ഇരിക്കുന്നിടത്ത് അപ്പൊ അവിടെ തന്നെ വണ്ടികൾ ഇഷ്ടം പോലെ ഇങ്ങനെ, നമുക്ക് ഏത് വണ്ടിയാ, പേഷ്യന്റ് അസുഖമൊക്കെ, പേഷ്യന്റ് വീട്ടിൽ പോകണമെങ്കിൽ നമ്മൾ വണ്ടി വിളിക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്തുണ്ട് ട്രാൻസ്പോർട്ട്, നമുക്ക് ആവശ്യമുള്ള വണ്ടികളൊക്കെ വിളിക്കാം. അപ്പൊ സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്. പിന്നെ സ്റ്റോർ റൂം, അതിന്റെ ഇടയിൽ തന്നെ എന്തുണ്ട്? സ്റ്റോർ റൂം. ഓക്കെ, അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. ഇതിന്റെ ഇടയിൽ ചിലപ്പോ ചോദിക്കാൻ സാധ്യതയുണ്ട്, സെക്യൂരിറ്റി ഏത് ഏരിയയിൽ പെടും? ഇങ്ങനെ 3 എണ്ണം കോളാക്കി തന്നത് കൊണ്ട് ചിലപ്പോ ചോദിക്കും. ട്രാൻസ്പോർട്ട് ഏത് ഏരിയയിൽ പെടും? അപ്പൊ നമ്മള് പേഷ്യന്റ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോ നമ്മൾ ആദ്യം ഓർക്കണത് എന്താ? ഓ, സെക്യൂരിറ്റി, നമ്മൾ ചെല്ലുമ്പോ തന്നെ അവിടെ സെക്യൂരിറ്റി ഇരിപ്പുണ്ടല്ല, അപ്പൊ പേഷ്യന്റ് ഏരിയ ആയിരിക്കും, കൺഫ്യൂഷൻ ആവും. അപ്പൊ നമ്മള് പേഷ്യന്റ് ഏരിയ എഴുതും, അപ്പൊ തെറ്റ് മാർക്ക് കിട്ടും. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആണ് സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, സ്റ്റോർ റൂമും അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ നീന്തറിയാം, ക്ലിനിക്കലായിട്ടാണ് നമ്മളുടെ രോഗമായിട്ട്, അസുഖമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആ ഏരിയയിലുള്ളത്. ആ ഏരിയയിൽ അക്കൗണ്ട്സ് വേണ്ട കാര്യമില്ല, ബില്ലിങ് വേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾക്ക് നോക്കാം എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഏരിയയിലുള്ളത്. ഫസ്റ്റ് വൺ വന്നത് കൺസൾട്ടേഷൻ. ഫസ്റ്റ് എന്താ? കൺസൾട്ടേഷൻ. എന്താ കൺസൾട്ടേഷൻ? നമ്മളിപ്പോ ഡോക്ടർമാരെ കാണാനായിട്ട് ഡോക്ടർമാരെ നമ്മൾ പറഞ്ഞു, പേഷ്യന്റിനെ ഡോക്ടറെ കാണാൻ പേഷ്യന്റ് വന്നു. അപ്പൊ നമ്മളിങ്ങനെ പേഷ്യന്റിന്റെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പരിശോധിക്കുന്ന ഒപികൾ, കൺസൾട്ടേഷൻ വെച്ചാൽ എന്താ? ഒരുപാട് ഒപികൾ, അതുകൂടാണ്ട് ഡോക്ടർമാര് പരിശോധിക്കുന്ന സ്ഥലം, അതാണ് കൺസൾട്ടേഷൻ. ഡോക്ടർമാര് പേഷ്യന്റിനെ പരിശോധിക്കുന്ന സ്ഥലം കൺസൾട്ടേഷൻ. പിന്നെ അവിടുന്ന് പരിശോധിക്കുന്നത് കൂടാണ്ട് കൺസൾട്ട് ചെയ്ത് വേറൊരു റൂമിൽ നിന്നായാലും
പറയുകയാണെങ്കിൽ ഇപ്പൊ എക്സ്റേ എടുത്ത വെറുതെ ഒരു ചെക്കപ്പിന് എന്തെങ്കിലും വന്ന ഒരു പേഷ്യന്റ് ആണെങ്കിലും ആ പേഷ്യന്റിന് വെറുതെ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വെറുതെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവർക്ക് എന്ത് വേണം? ചീട്ട് വേണം. ചീട്ട്. ആ ചീട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഡോക്ടറെ കുറിപ്പ് വേണം. അപ്പൊ ആ പേഷ്യന്റ് വേറെ വല്ല ചെക്കപ്പിന് അങ്ങനെ എന്തെങ്കിലും വന്നതായിരിക്കും. അവിടെ അഡ്മിറ്റ് ആവാനൊന്നും വന്നതാവില്ല. തൽക്കാലം വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ രാവിലെ പോയി ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഇതിലെനിക്ക് ഷുഗറിന്റെ ലെവൽ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യും. അവർക്ക് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല, അസുഖമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവരെന്താ വിചാരിക്കണേ? വെറുതെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അവർക്ക്. ഇത് എത്ര ഉണ്ട്, എനിക്ക് കൂടുതൽ ഉണ്ടാ എന്നറിഞ്ഞാൽ മതി. ഇന്ന് രാവിലെ എണീറ്റപ്പോ ഭയങ്കര ഒരു ക്ഷീണം ഉണ്ടല്ലോ, ചിലപ്പോ അതിന്റെ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? പെട്ടെന്ന് ചെക്ക് ചെയ്യുമ്പോ ചില ലാബുകാരൊക്കെ പറയും ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ വേണം. അപ്പൊ അവിടെ ഇങ്ങനെ ഡോക്ടർമാർ ഇട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ. അപ്പൊ ചെല്ലുമ്പോ തന്നെ നമ്മള് അതാണ് കൺസൾട്ടേഷൻ. കൺസൾട്ടേഷൻ റൂം, അവിടെ പരിചരിക്കുന്ന റൂം. മനസ്സിലായ? OP വിടും. പിന്നെ അത് കൂടാതെ ഒരു കൺസൾട്ടേഷൻ റൂം ഉണ്ടാവും. OPനെ നമ്മൾ കൺസൾട്ടേഷൻ റൂം എന്ന് പറയും. ഓക്കെ. പിന്നെ എക്സാമിനേഷൻ റൂം. എക്സാമിനേഷൻ റൂം എന്ന് വെച്ചാൽ എന്താ? അവിടെ പരിശോധിക്കുന്ന റൂം. അത് തന്നെ അതേപോലെ തന്നെ വേറെ രീതിയിൽ പരിശോധിക്കുന്ന റൂം. കൺസൾട്ടേഷൻ, ഡോക്ടർ പേഷ്യന്റിനെ കണ്ടു, വിവരങ്ങളൊക്കെ അറിഞ്ഞു, കൺസൾട്ട് ചെയ്തു, കുറിപ്പൊക്കെ എഴുതി. ഒരു ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ആ ഒരു ഇത് എന്നിട്ട് അവർക്ക് എഴുതി കൊടുത്തു, പേഷ്യന്റ് പോയി. എക്സാമിനേഷൻ എന്ന് വെച്ചാലും അവരെ പരിശോധിക്കുക. പരിശോധിക്കുക എന്ന് വെച്ചാൽ എങ്ങനെ? കിടത്തി ചികിത്സ ഉണ്ടാവും. പേഷ്യന്റിനെ നമ്മളൊരു സ്ട്രക്ചറൊക്കെ ഇട്ടിട്ട് റൂം OPയില് പേഷ്യന്റ് ഇരുന്ന് പരിശോധിച്ചാലും അതിന്റെ അപ്പുറത്ത് എന്തുണ്ടാവും? ഒരു ഡെസ്ക് പോലെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഒരു സ്ക്രീനിന്റെ അപ്പുറത്ത് നമ്മളോട് എന്ത് പറയും? പരിശോധിക്കട്ടെ, കയറി കിടക്കുന്നു പറഞ്ഞ് നമ്മൾ അവിടെ കയറി കിടക്കുമ്പോൾ നമ്മളെ പരിശോധിക്കും. ഒരു സ്ക്രീൻ ഇങ്ങനെ ഇട്ടിട്ട്. അതാണ് എക്സാമിനേഷൻ റൂം. അതൊക്കെ ക്ലിനിക്കൽ ഏരിയയിലാണ് ഉള്ളത്. ഓക്കെ. അപ്പൊ എക്സാമിനേഷൻ റൂമിലാണ് ഷുഗർ പ്രഷർ നോക്കുന്നത്. എക്സാമിനേഷൻ റൂമിലാണ് ഷുഗർ പ്രഷർ. നമ്മൾ ഷുഗർ നോക്കണതും പ്രഷർ നോക്കണതും ബ്ലഡ് എല്ലാവരും ഒക്കെ എക്സാമിനേഷൻ റൂമിലാണ്. പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റ് നല്ല വയറുവേദനയൊക്കെയാണെന്ന് പറഞ്ഞു. നമ്മൾ പേഷ്യന്റിന് OPയില് ലാബോറട്ടറി ക്ലിനിക്കൽ ഏരിയ അല്ലേ? ലാബോറട്ടറി ക്ലിനിക്കൽ ഏരിയ ആണ്. പക്ഷെ ഇതിൽ പറഞ്ഞിട്ടില്ല. അതിന് വേറെ ഡിപ്പാർട്ട്മെന്റ് വേറെ ഏരിയ വരും. ക്ലിനിക്കൽ ഏരിയയിൽ ലാബ് വരുന്നില്ല, അതിന് വേറെ വരും. അപ്പൊ പറയാം. ഇപ്പൊ നമുക്ക് വരുന്നില്ല. നമ്മൾ ഇതിൽ നോക്കാം. ക്ലിനിക്കൽ ഏരിയയില് എക്സാമിനേഷനിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ ഒന്നുകൂടി പറയാം. വയറുവേദനയായിട്ടൊരു പേഷ്യന്റ് വന്നു. വയറുവേദനയായിട്ടൊരു പേഷ്യന്റ് വന്നു കഴിയുമ്പോൾ ആ പേഷ്യന്റിനോട് പറയും കയറി കിടക്ക് നോക്കട്ടെ എന്ന് പറയും. അപ്പൊ OPയിലാണ് പേഷ്യന്റ് ഇരിക്കുന്നത്, ഒരു കൺസൾട്ടേഷൻ ചെയ്യുന്നത്. അപ്പൊ ആ OPയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയ റൂം കണ്ടിട്ടില്ലേ? പേഷ്യന്റിനെ കിടത്തി വയറുവേദന ആയതുകൊണ്ട് കിടത്തി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ പരിശോധന റൂം ഡോക്ടർ ഇരിക്കുന്ന OPയിലെ തന്നെ പുറകിലുണ്ടാവും. അതാണ് എക്സാമിനേഷൻ റൂം. ചിലത് അതേ റൂമിൽ തന്നെ ഉണ്ടാവും. ഒബ്സർവേഷൻ റൂം അല്ല. ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് ചിലപ്പോ ക്യാഷ്വാലിറ്റിയിലും ഒബ്സർവേഷൻ ആയിട്ട് കിടക്കും. ഒബ്സർവേഷൻ റൂം ക്യാഷ്വാലിറ്റിയുടെ ഇപ്പുറത്തും ഉണ്ടാവും. ഇത് പരിശോധന റൂം, പരിശോധിക്കുന്ന റൂം. ഡോക്ടർ വന്ന് എവിടെയാണ് വയറുവേദന എന്നൊക്കെ നോക്കി പരിശോധിക്കുന്ന റൂം. അത് ഡോക്ടർ ഇരിക്കുന്ന ആ റൂമിൽ തന്നെ അടുത്തുണ്ടാവും. കൺസൾട്ടേഷൻ റൂമിന്റെ തൊട്ടപ്പുറത്തുള്ള റൂം. ഓക്കെ. അപ്പൊ കൺസൾട്ടേഷൻ റൂം, എക്സാമിനേഷൻ റൂം. പിന്നെന്തുണ്ടാവും? ഡ്രസ്സിംഗ് റൂം ഉണ്ടാവും. ഡ്രസ്സിംഗ് റൂം അതിനൊക്കെ സെപ്പറേറ്റ്. ഇതൊക്കെ വലിയ ഹോസ്പിറ്റലിലാണ് ഉണ്ടാവുള്ളൂ. ചെറിയ ഹോസ്പിറ്റലിൽ ഇതൊരു OPയിൽ മാത്രമല്ല ഉണ്ടാവും. മനസ്സിലായ? ചെറിയൊരു ഹോസ്പിറ്റലാണെങ്കിൽ അതിനിങ്ങനെ ഏരിയ ഒന്നും തിരിച്ചു കാണൂല. ചെറുതായിട്ടൊരു ഏരിയ തിരിക്കും. ക്ലിനിക്കൽ ഏരിയ നമ്മൾ തിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു OP. ആ OPയിൽ തന്നെ അവിടെ തന്നെ ആ ഡോക്ടർ ഇരിക്കുന്നോട് തന്നെ പരിശോധിക്കുകയും ചെയ്യും. ഡ്രസ്സൊക്കെ ചെയ്യണമെങ്കിലോ, കാല് മുറിഞ്ഞു, അപ്പൊ ഡ്രസ് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ ആ നഴ്സ് പോയി അവിടെ തന്നെ ഒരു ട്രോളിയിൽ കൊണ്ടുവരും, ചെറിയ ട്രോളി. ആ ട്രോളിയില് മരുന്ന്, കോട്ടൺ എല്ലാം ഉണ്ടാവും. എന്നിട്ട് അത് തന്നെ അവിടെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ച് അവിടെ തന്നെ പരിശോധിക്കും. അതാണ് ഡ്രസ്സിംഗ് റൂം. പക്ഷെ വലിയ ഹോസ്പിറ്റലില് അവിടെ ഒന്നും ചെയ്യില്ല. തൊട്ടപ്പുറത്ത് ചെറിയ റൂമുകളായിട്ട് ഇട്ടിട്ടുണ്ടാവും. മനസ്സിലായ? അപ്പൊ ഇപ്പുറത്തിരുന്ന് ഡോക്ടർ പരിശോധിക്കുമ്പോ തന്നെ കിടന്ന് ചികിത്സിക്കണം ഡോക്ടർ. ഇരുന്നുള്ള പേഷ്യന്റിന് നോക്കണേ.
അപ്പൊ കിടത്തി ചികിത്സിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്തെ റൂമിൽ പരിശോധന മുറി കൊണ്ടുപോകും. എന്നിട്ട് കാലിന് കൈക്ക് എന്തെങ്കിലും മുറിവുണ്ട്, പൊട്ടലുണ്ട്, അപ്പൊ ഡ്രസ് ചെയ്യണം. അവിടെ ഡ്രസ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? അപ്പുറത്തെ മുറിയിലോട്ട് കൊണ്ടുപോകും. അവിടെ ക്ലീൻ ചെയ്ത് ഡ്രസ് ചെയ്യും. ഓക്കെ. പിന്നെ കുറച്ച് നീങ്ങിയിട്ട് അവിടെ തന്നെ എന്തുണ്ട്? ഫിസിയോതെറാപ്പി ഉണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. പലതരത്തില് ഫിസിയോതെറാപ്പിസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഫിസിയോതെറാപ്പിസ്റ്റ് എത്ര തരം ഉണ്ടെന്ന്. അപ്പൊ നമ്മള് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. കാലുഴിച്ചില് എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചെന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി വന്ന് കൂടി. അതിനൊരു സെപ്പറേറ്റ് ഫിസിയോതെറാപ്പി റൂമുണ്ട്. അതിനാരിപ്പുണ്ട്? ഫിസിയോതെറാപ്പിസ്റ്റ് ഇരിപ്പുണ്ട്. ഡോക്ടർമാരത് ചെയ്യില്ല. ഡോക്ടർ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ചെയ്യണമെന്ന് ഫിസിയോതെറാപ്പിസ്റ്റിന്. പക്ഷെ ഇത് ചെയ്യണത് ആരായിരിക്കും? ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റ് ഫിസിയോതെറാപ്പി റൂമിൽ ഇരിക്കും. അപ്പൊ ഇതൊക്കെ ക്ലിനിക്കൽ ഏരിയയിലുണ്ട്. പിന്നെ ബ്ലഡ് ബാങ്ക് ഉണ്ട് അവിടെ. ക്ലിനിക്കൽ ഏരിയയില് ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി അറിയിക്കും. അതൊക്കെ ഒരേ സെക്ഷനിലാണ്. അതുപോലെ തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അവിടെ എക്സ്റേ, സ്കാനിങ് അങ്ങനെയൊക്കെ ഉള്ള പോലെ സാധനങ്ങൾ അതൊക്കെ എവിടെ ആയിരിക്കും? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അതൊക്കെ ക്ലിനിക്കൽ ഏരിയയിൽ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഓർക്കാം എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുമ്പോ തന്നെ നമ്മൾ ഇത് ഓർത്താൽ മതി. നമുക്ക് ക്ലിനിക്കലായിട്ട് അസുഖമായിട്ട് ബന്ധപ്പെട്ടത് കൺസൾട്ടേഷൻ കഴിഞ്ഞപ്പോ തന്നെ പരിശോധിച്ചു, എക്സാം ചെയ്തു. പരിശോധിച്ച് കഴിഞ്ഞപ്പോ തന്നെ കാലിന് ഒരു മുറിവുണ്ടായി, ഡ്രസ് ചെയ്യാൻ പോയി. അവിടെ എന്തുണ്ട്? ഡ്രസ്സിംഗ് റൂം ഉണ്ട്. ഡ്രസ്സിംഗ് റൂം കഴിഞ്ഞപ്പോ ആ ഡ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഉണ്ടെന്ന ആൾക്ക് നടക്കാൻ പറ്റണില്ല. അപ്പൊ എന്ത് പറഞ്ഞു? ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൊണ്ട് ഉഴിയാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫിസിയോതെറാപ്പിസ്റ്റിന്റെ റൂമിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നു, ഉഴിഞ്ഞു. നമ്മൾക്ക് എന്ത് ചെയ്യണം? കുറച്ച് ബ്ലഡ് വേണം. അപ്പൊ ബ്ലഡ് ബാങ്കിൽ പോയി. തൊട്ടപ്പുറത്തിന്റെ ബ്ലഡ് ബാങ്കിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞു. ഒരു റേഡിയോളജി, എക്സ്റേ, സ്കാൻ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ അത് ചെയ്യാം. ലാസ്റ്റ് റേഡിയോളജി. അപ്പൊ അത്രേ ഉള്ളൂ ക്ലിനിക്കൽ ഏരിയയിൽ. ഓക്കെ. ഒറ്റയടിക്ക് നമ്മൾ ഊഹിച്ച് പഠിച്ചാൽ മതി. ക്ലിനിക്കൽ ഏരിയയിൽ ചെന്നാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ക്ലിനിക്കൽ ഏരിയ. അഡ്മിനിസ്ട്രേറ്റീവ് മറക്കരുത്. ഓഫീസുകൾ മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് അതിൽ സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം കൂട്ടാം. സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം. പേഷ്യന്റ് ഏരിയയിൽ എന്താ? പേഷ്യന്റ് വന്നു, റിസപ്ഷനിൽ വന്നു, രജിസ്റ്റർ ചെയ്തു, റെക്കോർഡ് എടുത്തു, വെയിറ്റ് ചെയ്തു, ഒരു ചായ കുടിക്കണമെന്ന് തോന്നി, പോയി സ്നാക്സ് ബാറിൽ കയറി, പിന്നെ കാശ് കൊടുക്കാനായിട്ട് ATM ചെന്നു. നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ പഠിച്ചു നോക്കിയേ. ആ മൂന്നും മാറില്ല. ഓക്കെ. ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ അങ്ങനെ ഒരു കണക്ട് ചെയ്ത് കിട്ടണോ, ഒരു കണക്ടിവിറ്റി കിട്ടുന്നുണ്ടോ നോക്കിയേ. മിസ് ഈ പേഷ്യൻസ്, അയ്യോ എനിക്കത് മനസ്സിലായില്ല. ആ മെസ്സേജ് കിട്ടതില്ല. ഒന്ന് റീഡ് ചെയ്യട്ടെ. മിസ് ഈ പേഷ്യൻസ് കെയർ കോർഡിനേറ്റർ ഒക്കെ വിഭാഗത്തിൽ പെടുന്നതാ. പേഷ്യൻസ് കെയർ കോർഡിനേറ്റർ ഒക്കെ ഇത് വിഭാഗത്തിൽ പെടുന്നതാണെന്നല്ലേ? പേഷ്യൻസ് കെയർ കോർഡിനേറ്റർ ഒക്കെ നമ്മൾ പഠിച്ചേർന്ന അതൊക്കെ. ഫിസിയോതെറാപ്പി ഒന്നുകൂടെ പറയൂ. ഓക്കെ. നമ്മളത് പഠിക്കുമ്പോ ഞാനത് പറഞ്ഞുതരാട്ടാ. ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ തുടങ്ങിയത് നിങ്ങൾ ഓർക്കാം. ഹോസ്പിറ്റൽ കാണാറുണ്ട്. ഓക്കെ. ഹോസ്പിറ്റൽ കാണാറുണ്ട്. അപ്പൊ അത് നമുക്ക് വരും. അപ്പൊ നമുക്ക് കൂടുതൽ അറിയാം. ഇനി നമുക്ക് ഒരുപാട് ഉണ്ട് പഠിക്കാൻ. ഇനി മെഡിക്കൽ റെക്കോർഡ് പഠിക്കാനുണ്ട്, വെന്റിലേറ്റർ പഠിക്കാനുണ്ട്, മോർച്ചറി പഠിക്കാനുണ്ട്, പിന്നെ കുറേ ടോപ്പിക് ഉണ്ട് നമുക്ക് പഠിക്കാൻ. നമ്മൾ ചെറിയ ടോപ്പിക് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ഔട്ട് പേഷ്യന്റ് നമ്മൾ പോപ്പിയിലാ തുടങ്ങിയിട്ടുള്ളൂ. ഇനി IP ഉണ്ട്, IP പേഷ്യന്റ് ഉണ്ട് ഇഷ്ടംപോലെ. ഇനി ഇവിടെ നമുക്ക് പറയണം. ഇത് പറഞ്ഞ് നിങ്ങൾ പേടിക്കുക, ടെൻഷൻ അടിക്കുക ഒന്നും വേണ്ട. കുറെ പഠിക്കാനുണ്ടെന്ന് വിചാരിക്കുക വേണ്ട. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഒന്നുകൂടി പറയോ? ഓക്കെ, പറയാം. അപ്പൊ ഒക്കെ വായിച്ചൊക്കെ നോക്കി അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഒന്നുകൂടി പറയാം. ഓക്കെ. പഠിക്കുന്നത് കറക്റ്റ് പഠിച്ചു പോകാം. ഒരു ഇതുമില്ല. നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞില്ലേ, ഒരു പേഷ്യന്റ് വന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഇരിക്കണം. അത് ഓഫീസുകൾ മാത്രമാണ്. ഓർക്കാം, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ ആരിക്കണേ? ഓഫീസുകൾ മാത്രം. അപ്പൊ ആ ഓഫീസിലെ മെയിൻ ഓഫീസർ ആരാണ്?
ആ ഓഫീസിൽ പ്രധാനപ്പെട്ട ആൾ ആദ്യം ഇരിപ്പുണ്ട്. അതാരാ? അഡ്മിനിസ്ട്രേറ്റർ. ആരിക്കണേ? അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു ഓഫീസ്. രണ്ടാമത് ആരിപ്പുണ്ട്? PRO. PRO എന്ന് പറയുന്നതാണ് പബ്ലിക് റിലേഷൻ ഓഫീസ്. രണ്ടാമത് ഇരിക്കുന്നത് ആരാ? PRO. PRO നമ്മൾ ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും കേസ് ആയിട്ട് ബന്ധപ്പെട്ട് ചിലവര് പറയും ആധാർ ഉണ്ടായോ, പിന്നെ BPL റേഷൻ കാർഡൊക്കെ ചില ഹോസ്പിറ്റലിലൊക്കെ സംവരണം ഉണ്ട്. അവർക്കെന്തോ അവിടെ അഡ്മിറ്റ് ആയാലും ഇത്രയും % കാശ് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ റെഡി ആക്കണത്, ആ പേഷ്യന്റിന്റെ കാര്യങ്ങളും ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളും കണക്ട് ചെയ്ത് ഈ ഇൻഷുറൻസ് ഒക്കെ റെഡി ആക്കുന്ന ആളാണ് PRO, പബ്ലിക് റിലേഷൻ ഓഫീസ്. പിന്നെ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഈ കാശ് വന്നിട്ടുണ്ടോ, അവർക്ക് ഇൻഷുറൻസ് പോയിട്ടുണ്ടോ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അക്കൗണ്ട്സ് വഴിയല്ലേ ചെക്ക് ചെയ്യാ. അക്കൗണ്ട്സ് അതൊക്കെ എവിടെയാണുള്ളത്? അക്കൗണ്ട്സ്. അപ്പൊ ഒന്നാമത് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്. അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഹോസ്പിറ്റലിന്റെ മെയിൻ ആളായിട്ട് ഫസ്റ്റ് ഇരിപ്പുണ്ട്. സെക്കൻഡ് PRO ഇരിക്കുകയാണ്. എന്തിനാ PRO ഇരിക്കണേ? ഇൻഷുറൻസ് ഒക്കെ ശരിയാക്കാൻ. അപ്പൊ ആ ഇൻഷുറൻസിന്റെ കാശ് അക്കൗണ്ട്സിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവിടെ ഒരു അക്കൗണ്ട്സ് ഉണ്ട്. ആദ്യത്തെ അക്കൗണ്ട്സ് ഉണ്ട്. പിന്നെ നമ്മൾ ബില്ലിങ്, അക്കൗണ്ട്സ് ബില്ലിങ് ഒരുമിച്ച് പഠിക്കാം. അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ബില്ലിങ് ഉണ്ടാവും. നമുക്ക് ബില്ല് തരൂലേ? നമ്മൾക്ക് ബില്ല് തരും. എന്ത് വേണമെങ്കിലും എന്തെടുത്തിട്ടും എന്ത് കൊടുത്താലും നമ്മൾക്ക് എന്ത് കിട്ടണം? ബില്ല് കിട്ടണം. അപ്പൊ അക്കൗണ്ട്സും ബില്ലിങ്ങും. ഓക്കെ. പിന്നെ നമ്മൾ കുറച്ച് നീങ്ങി കഴിയുമ്പോൾ അവിടെ ആരുണ്ട്? ഒരു സെക്യൂരിറ്റി ഇരിപ്പുണ്ട്. ഈ ക്യാഷ് ഉള്ളതായിരിക്കും എപ്പോഴും സെക്യൂരിറ്റി ഇരിക്കുക. അങ്ങനെ ഓർത്ത് നോക്കിയേ, അപ്പൊ അത് പഠിക്കാൻ പറ്റും. ക്യാഷ് ഉള്ളടത്ത് ഇപ്പൊ അക്കൗണ്ട്സിൽ എന്തുണ്ട്? കാശുണ്ട്. ബില്ല് കിട്ടണമെങ്കിലും നമ്മൾ എന്ത് കൊടുക്കണം? ക്യാഷ് കൊടുക്കണം. അപ്പൊ ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട് അവിടെ ആരുണ്ട്? മെയിൻ ആയിട്ട് സെക്യൂരിറ്റി ഉണ്ട്. ശരിക്കും ഇങ്ങനെയൊന്നും അല്ല സെക്യൂരിറ്റി അവിടെ ഇരിക്കണേ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ചെറിയ ഇതോടുകൂടി പറയണാണ്. ഓക്കെ, മനസ്സിലാവണ്ട? നിങ്ങള് അത് മറക്കാതിരിക്കാൻ, നിങ്ങളുടെ മെമ്മറിയിലോട്ട് അത് കയറാൻ വേണ്ടി ഞാൻ പറയണതാണ്. അക്കൗണ്ട്സ് ക്യാഷായിട്ട് ബന്ധപ്പെട്ടതാ, ബില്ലിങ്ങും ക്യാഷായിട്ട് ബന്ധപ്പെട്ടതാ. അപ്പൊ ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട് അതിന്റെ അപ്പുറത്ത് ആരിപ്പുണ്ട്? സെക്യൂരിറ്റി ഇരിപ്പുണ്ട്. നാളെ നിങ്ങൾക്ക് എക്സാമിന് സെക്യൂരിറ്റി ഏത് ഏരിയയിൽ പെടുമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം. സെക്യൂരിറ്റി ഏത് ഏരിയയിൽ വരും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരണം? സെക്യൂരിറ്റി. സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? അക്കൗണ്ട്സ് ഉണ്ടാവും, ബില്ലിംഗ് ഉണ്ടാവും. അക്കൗണ്ട്സും ബില്ലിങ്ങും ഏതിൽ പെടും? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. അങ്ങനെയാണെങ്കിൽ സെക്യൂരിറ്റി ഏതിൽ പെടും? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. ഓക്കെ. സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നമ്മളിപ്പോ വണ്ടി വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പാടില്ല, ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾക്ക് വണ്ടി വിളിക്കണം. നമ്മളെ സെക്യൂരിറ്റിനോട് പറയൂ, വല്ല വണ്ടി ഉണ്ടോന്ന് നോക്കിയേ, എന്തെങ്കിലും വണ്ടി നോക്കിക്കൂടി പോണുണ്ടാ, അവിടെ ഒരു ഓട്ടോറിക്ഷ കിട്ടോ, കൊണ്ടുപോയി ഞങ്ങൾക്ക് പോകാനുണ്ട് പറയുമ്പോ ട്രാൻസ്പോർട്ട്. അപ്പൊ സെക്യൂരിറ്റിയുടെ അടുത്ത് എന്തിരിപ്പുണ്ട്? ട്രാൻസ്പോർട്ട്. ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോ അറിയാലോ, വണ്ടികള്, വാഹനങ്ങള്, നമുക്ക് പോകാനുള്ള കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. ടാക്സികള്, പിന്നെ ഓട്ടോറിക്ഷ, അങ്ങനെയൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത് വരിയായിട്ട് ഇട്ടിട്ടുണ്ടാവും. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പറയാം. അതാണ് ട്രാൻസ്പോർട്ട്. അപ്പൊ സെക്യൂരിറ്റിയുടെ അടുത്ത് ട്രാൻസ്പോർട്ട് ഉണ്ട്. പിന്നെ സ്റ്റോർ റൂം. സ്റ്റോർ റൂം എന്ന് വെച്ചാല് അത് ഇച്ചിരി പാടാണ്, ലാസ്റ്റ് പഠിക്കുന്നത് കൊണ്ട് അതൊരു നിങ്ങൾ ഓർത്താൽ മതി. സ്റ്റോർ റൂം ഹോസ്പിറ്റലിന് വേണ്ട സാധനങ്ങളെല്ലാം സ്റ്റോർ റൂമിലാണ്. നമ്മളുടെ ഹോസ്പിറ്റലിലേക്ക് അവർ ഓരോ കാര്യങ്ങള്, ഡെറ്റോള്, പിന്നെ വൂണ്ട് ക്ലീൻ ചെയ്യണ സ്പിരിറ്റ്, കോട്ടൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെയായിരിക്കും? സ്റ്റോർ റൂമിലായിരിക്കും. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലൊക്കെ കാശ് വിലപിടിപ്പുള്ള സാധനങ്ങളാ. അഡ്മിനിസ്ട്രേറ്റർ ആരാ? ഭയങ്കര വലിയൊരു ഹോസ്പിറ്റലിന്റെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഈ സ്റ്റോർ റൂമിലുള്ളത് എന്തായിരിക്കും? വിലപിടിപ്പുള്ള സാധനങ്ങൾ. അങ്ങനെ ഓർക്കാം. അപ്പൊ ഈ വിലപിടിപ്പുള്ള സാധനങ്ങളിൽ സ്റ്റോർ റൂം. അപ്പൊ ഈ സ്റ്റോർ റൂം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആയിരിക്കും. ഓക്കെ. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുമ്പോ തന്നെ നിങ്ങൾ ഓർക്കാം ബില്ല്, അക്കൗണ്ട്സ്. അത് സൂക്ഷിക്കാനായിട്ട് സെക്യൂരിറ്റി. സെക്യൂരിറ്റിയുടെ അടുത്ത് എന്തുണ്ട്? ട്രാൻസ്പോർട്ട് ഉണ്ട്, സ്റ്റോർ റൂം ഉണ്ട്. ഓക്കെ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ കിട്ടില്ലേ? ഇനി അത് പറയണോ? ഒക്കെ മനസ്സിലായി? എല്ലാവരും മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. ഇനി നമ്മള് ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് നോക്കാം. നമുക്ക്
OPD-യുടെ ക്ലയന്റ് എങ്ങനെ വന്നേത് നമ്മൾ പറഞ്ഞു. അവർ എൻട്രൻസിൽ വരൂ, റിസപ്ഷനിൽ വരൂ, രജിസ്റ്റർ ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്? ക്ലയന്റ് ഒരു പേഷ്യന്റ് ഒരു OPD വന്ന അതിന്റെ ഫ്ലോ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ അവർ വന്നിട്ട് എന്ത് ചെയ്യും? എൻട്രൻസി വരും. എൻട്രൻസി വന്നിട്ട് അവർ എന്ത് ചെയ്യും? എൻക്വയറി അന്വേഷിക്കും. ഞാൻ പറഞ്ഞു ഏത് ഡോക്ടർ ആയിരിക്കണേ, ഇന്ന രോഗത്തിന് ആരെ കാണണം, ഡോക്ടറെ പിരിക്കും, OPD ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എൻക്വയറി ചെയ്തു. അന്വേഷണത്തിൽ വരും. ഫസ്റ്റ് വന്നത് എൻക്വയറി. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും ഫസ്റ്റ് തന്നെ നമ്മൾ ചെല്ലുമ്പോ തന്നെ ഫസ്റ്റ് ഒരു ഇതിലിരിപ്പുണ്ടാവും നടുക്കായിട്ട്. ആര്? എൻക്വയറി എഴുതി അന്വേഷണങ്ങൾ എഴുതിയിട്ട് കാണാം. അപ്പൊ അവരോട് ചോദിച്ചാൽ മതി, നമ്മൾക്ക് എല്ലാം പറഞ്ഞു. അപ്പൊ എൻക്വയറി ചെയ്തപ്പോ തന്നെ എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്യും. നമ്മുടെ പേരൊക്കെ കൊടുത്തു, നമ്മൾ രജിസ്റ്റർ ചെയ്തു. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും? ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ഹാളിൽ പോകും. വെയിറ്റ് ചെയ്യണ്ടേ നമുക്ക്? നമ്മള് ഡോക്ടറെ കാണാൻ വേണ്ടി OPക്ക് പോവേണ്. അപ്പൊ വെയിറ്റ് ചെയ്യണം. വെയിറ്റിംഗ് ഹാളിൽ പോകും. വെയിറ്റിംഗ് ഹാളിൽ പോയിട്ട് നമ്മള് കൺസൾട്ടേഷൻ റൂമിൽ പോകും. വെയിറ്റിംഗ് ഹാളിൽ പോണത് എന്തിനാ? നമ്മുടെ ഫയല് വന്നിട്ടില്ല, റെക്കോർഡിങ്. നമ്മൾ ഫസ്റ്റ് പേഷ്യന്റ് ഏരിയയിൽ പഠിച്ചു. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ എവിടെ പോണം? ഫയൽ എടുക്കണം. നമ്മുടെ ഫയൽ ആരെടുക്കും? ഓഫീസിലുള്ളവർ എടുക്കണം. റിസപ്ഷനിലുള്ളവർ പോയി ഫയൽ എടുക്കണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഫയൽ വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഫയൽ വന്നു. പിന്നെ നമ്മൾ എവിടേക്ക് പോകും? കൺസൾട്ടേഷൻ റൂമിൽ പോകും. ഡോക്ടർ ഉണ്ട് OPയിൽ. അവര് പറഞ്ഞു നിങ്ങൾ വായോ, ഡോക്ടർ OPയിൽ ഇരിപ്പുണ്ട്, നമുക്ക് ഡോക്ടറെ കാണാൻ പോവാ. അപ്പൊ നമ്മൾ എവിടെ പോവും? കൺസൾട്ടേഷൻ റൂമില്. എവിടെ പോയി? കൺസൾട്ടേഷൻ റൂമിലൊക്കെ പോയി കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ചെക്ക് ചെയ്യണം, എക്സ്റേ എടുക്കണം. അപ്പൊ നമ്മൾ എവിടെ പോവും? ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ്. ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞതാണ് ലാബ്, എക്സ്റേ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റി പെട്ടതാണ് ലാബ്, എക്സ്റേ, സ്കാനിങ്. ഈ റേഡിയോളജി എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസിൽ പെടും. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മരുന്നൊക്കെ കഴിഞ്ഞു. നമ്മളെല്ലാം കഴിഞ്ഞു, ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഡോക്ടർ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾക്ക് മരുന്ന് കിട്ടണം. മരുന്ന് കിട്ടാൻ ലാസ്റ്റ് നമ്മൾ എവിടെ പോകും? ഫാർമസി പോകും. എന്നിട്ട് എക്സിറ്റിന് എല്ലാം കഴിഞ്ഞു. നമ്മൾ എവിടൊക്കെ പോണേ? പുറത്തേക്ക്. എക്സിറ്റ് പുറത്തേക്ക്. നമ്മൾ തിയേറ്ററിലൊക്കെ സിനിമ കാണുമ്പോ തിയേറ്ററിൽ ഫസ്റ്റ് നമ്മൾ ചെന്ന് കഴിയുമ്പോ കഴിഞ്ഞ് ലാസ്റ്റ് ആവുമ്പോൾ എന്തായിരിക്കും? എക്സിറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്ക്. അപ്പൊ നമ്മുടെ എല്ലാം കഴിഞ്ഞു, പുറത്തോട്ട് പോയി. അപ്പൊ ഇത്ര ഉണ്ട്. ഇത് ചെറിയൊരു പാറ്റേൺ ആണ്. നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതിനൊരു ക്വസ്റ്റ്യൻസ് വരില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് OPയിൽ പേഷ്യന്റ് വന്നത്. അപ്പൊ ആദ്യം എൻക്വയറി, രജിസ്ട്രേഷൻ. വെയിറ്റ് ചെയ്തു. എന്തിനാ വെയിറ്റ് ചെയ്യണേ? റെക്കോർഡ്. നമ്മുടെ റെക്കോർഡ് ഫയൽ നമ്മൾ പറഞ്ഞു. രജിസ്ട്രേഷൻ കഴിഞ്ഞ റെക്കോർഡ് റൂം ഉണ്ട്. വെയിറ്റ് ചെയ്തു. കൺസൾട്ടേഷൻ, ഡോക്ടറെ കണ്ടു, ബ്ലഡ് ചെക്ക് ചെയ്തു, ഫാർമസി പോയി മരുന്ന് മേടിച്ചു, എക്സിറ്റ് പുറത്തോട്ട് പോയി. അതാണ് ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലയൻസ് ഇൻ OPD. ഓക്കെ, കിട്ടില്ലേ? ഇനി അത് പറയണ്ടല്ല. ഫ്ലോ ചാർട്ട് ഓഫ് OPD ഇനി പറയണ്ടല്ല. ഓക്കെ, ഇനി നമുക്ക് എക്യുപ്മെന്റും കൂടി നോക്കാം. ഒരു 10 മിനിറ്റ് ഉണ്ട്. ഓക്കെ, 10 മിനിറ്റ് ഉണ്ട്. നമുക്കൊരു എക്യുപ്മെന്റ് കൂടി നോക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, എക്യുപ്മെന്റ് നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. ഇപ്പൊ നമ്മള് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റില് ഫസ്റ്റ് വന്നത് എന്താ? ഡയഗ്നോസ്റ്റിക്. രോഗനിർണയമാണ്. നമ്മൾ രോഗം നിർണയിക്കാൻ എന്തൊക്കെ ഉപയോഗിക്കും? അതാണ് അതിനുള്ള എക്യുപ്മെന്റ് പറയണേ.
വെറുതെ രോഗം നിർണ്ണയിക്കാൻ പറ്റില്ല. അപ്പൊ രോഗം നിർണ്ണയിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞേക്കണം. ഇത് മാത്രമല്ല, നമ്മൾ വേറെ ടെസ്റ്റ് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് അത് പഠിച്ചാൽ മതി. രോഗനിർണയത്തിന് BPFR, നമ്മുടെ പ്രഷർ നോക്കാനായിട്ട് BPFR ഉപയോഗിക്കും. ബ്ലഡ് പ്രഷർ നോക്കാൻ BP, ബ്ലഡ് പ്രഷർ. അപ്പൊ നമ്മുടെ ബ്ലഡിന്റെ പ്രഷർ അറിയാനായിട്ട് നമ്മൾ നോക്കണത് BP. പിന്നെ എൻഡോസ്കോപ്പ്. ചിലവര് എൻഡോസ്കോപ്പി ഇറക്കി നമ്മൾ എന്തെങ്കിലും വയറ്റിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എൻഡോസ്കോപ്പി നോക്കും. അതൊരു എക്യുപ്മെന്റാ. പിന്നെ പോർട്ടബിൾ എക്സ്റേ എന്ന് വെച്ചാൽ എന്താ? എക്സ്റേ എടുക്കണം. നമ്മള് പലതരത്തിലുള്ള എക്സ്റേ ഉണ്ട്. അപ്പൊ ഓരോ പാർട്സിന് നോക്കിയിട്ട് ഓരോ എക്സ്റേകൾ, എക്സ്റേകളൊക്കെ ഡയഗ്നോസ്റ്റിക്കിൽ പെടും. പിന്നെ USG എന്താ? അൾട്രാസോണോഗ്രാഫി. അൾട്രാസോണോഗ്രാഫി എന്ന് വെച്ചാൽ എന്താ? നമ്മള് എക്സ്റേ പോലെ തന്നെ നമ്മള് വേറെ ഒരു രശ്മി വെച്ചിട്ട് സ്കാനിങ് പോലെ, സ്കാനിങ് തന്നെയാണ്, അതിന്റെ തന്നെ വേറെയാണ് പോർട്ടബിൾ USG എന്ന് പറയുന്നത്. അൾട്രാസോണോഗ്രാഫി ഒരു സ്കാനിങ് പോലെ, സ്കാനിങ് ആണ്, അത് വേറൊരു തരത്തിൽ എടുക്കണത്. എക്സ്റേ, സ്കാനിങ്, പിന്നെ എക്കോ. എക്കോ എന്ന് വെച്ചാൽ എന്താ? എക്കോ കാരണം നമ്മുടെ ഹാർട്ടിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഹാർട്ടിന്റെ മൂവ്മെന്റ്, മറ്റേ പൾസ്, നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ കുറയുമ്പോൾ പ്രഗ്നൻസി ടൈപ്പ് വളരെ നോക്കുന്നതാണ്. USG ഒക്കെ അങ്ങനെ നോക്കണത്. USG നമ്മൾ സ്കാൻ ചെയ്യുമ്പോ ഇങ്ങനെ ഇങ്ങനെ പരത്തി നമുക്ക് അതൊക്കെ സ്ക്രീനിൽ കാണാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള സ്കാനിങ്. ഓക്കെ, എല്ലാ സ്കാനിങ്ങും പെടും, എല്ലാ എക്സ്റേയും പെടും. പിന്നെ എക്കോ എന്ന് പറയുന്നത് അറിയാലോ. എക്കോ എന്താ? ഹാർട്ടിന്റെ മൂവ്മെന്റ് ഒക്കെ, ചെറിയ ചെറിയ ഹാർട്ടിന്റെ എത്ര ഹാർട്ട് ഇടിക്കുന്നുണ്ട്, ഹാർട്ടിന്റെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാ, അങ്ങനെയൊക്കെ അറിയാനായിട്ട് നമ്മൾ എക്കോ ചെയ്യും. ഹാർട്ടിന്റെ ആ ഒരു മൂവ്മെന്റ് എക്കോ ചെയ്യുന്നത് എക്കോ കാർഡിയോഗ്രാം. എക്കോ കാർഡിയോഗ്രാം. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക്. നമ്മൾ വേറെയും രോഗം നിർണ്ണയിക്കാനായിട്ട് വേറെയും ടെസ്റ്റ് നമ്മൾ ചെയ്യും. ഇത്രയല്ല, ഒരുപാടുണ്ട്. ഇതിൽ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ വേറെ എന്തൊക്കെ ചെയ്യും? ബ്ലഡ് എടുത്താൽ നമുക്ക് രോഗനിർണ്ണയം അറിയാൻ പറ്റും. യൂറിൻ ടെസ്റ്റ് ചെയ്താൽ പറ്റും. പിന്നെന്താ? ബയോപ്സി. നമ്മൾ ടെസ്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു ടിഷ്യൂ എടുത്ത് കൾച്ചർ ചെയ്താലും നമുക്ക് രോഗം നിർണ്ണയിക്കാൻ പറ്റും. അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ പറഞ്ഞത് മാത്രം പഠിക്കാം. BP നോക്കണമെങ്കിൽ BP ഒരു എക്യുപ്മെന്റ് ആണ്. എൻഡോസ്കോപ്പ് അതൊരു എക്യുപ്മെന്റ് ആണ്. പോർട്ടബിൾ എക്സ്റേ, ചെറിയ എക്സ്റേ എടുക്കാനായിട്ട് അവിടെ ഒരു എന്തുണ്ടാവും? എക്യുപ്മെന്റ് ഉണ്ടാവും. പിന്നെ USG എടുക്കാൻ ചെറിയൊരു എക്യുപ്മെന്റ് ഉണ്ട്. എക്കോ എടുക്കാനുള്ള എക്യുപ്മെന്റ്. ഇതൊക്കെ എക്യുപ്മെന്റിൽ പെട്ടതാ. അപ്പൊ മറക്കരുത്, എക്യുപ്മെന്റ്, ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്, ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്. എക്സ്റേ ഇങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? വലിയൊരു എക്സ്റേ എടുക്കണ അങ്ങനെ വലിയൊരു മെഷീൻ കൊണ്ടുവന്ന് നമ്മൾ അഴിഞ്ഞിട്ടില്ലേ? അതല്ല, പോർട്ടബിൾ ആണൊക്കെ പറഞ്ഞത്. ചെറുത്ത് പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG ഒരു എക്യുപ്മെന്റ്. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? തെറാപ്യൂട്ടിക്, ചികിത്സാ സഹായം, ചികിത്സാപരമായിട്ട് എങ്ങനെയാണ് ചികിത്സാപരം എങ്ങനെയാണ്? നെബുലൈസ്, നമ്മള് ആവി പിടിക്കാനായിട്ട് കഫക്കെട്ടൊക്കെ ഉള്ളപ്പോ കുട്ടികളെ കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ കുട്ടികൾക്ക് ഭയങ്കര കഫക്കെട്ട്, അപ്പൊ നമ്മൾ കൊണ്ടുപോയി ആവി പിടിപ്പിക്കും. അപ്പൊ അതിലൊരു മെഷീൻ കണ്ടിട്ടില്ലേ? ഒരു ആവി പിടിക്കുന്ന ഒരു മെഷീൻ, നെബുലൈസർ. അതാണ് നെബുലൈസർ. പിന്നെന്താ? ലാറിംഗോസ്കോപ്പ്. ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത് എന്താ? ലാറിംഗോസ്കോപ്പ് ആർക്കെങ്കിലും അറിയോ? ലാറിംഗോസ്കോപ്പ് എന്താ? ഇല്ല. ടെഡസ്കോപ്പാ ലാറിംഗോസ്കോപ്പ്. ഒരു ചെറിയ ട്യൂബാണ് ലാറിംഗോസ്കോപ്പ് എന്ന് വെച്ചാൽ. ചെറിയ ട്യൂബ്, tube shaped instrument with a light and lens that doctors use examine the larynx. നമ്മുടെ വോയിസ് ബോക്സ്, നമ്മുടെ വോയിസ് ബോക്സിലെ തോട്ട്, നമ്മുടെ സൗണ്ടിൽ കൂടി ഇവിടെ വോയിസ് ബോക്സ് പരിശോധിക്കുന്നത്. ചെറിയ ട്യൂബ് ഇട്ട് ഉള്ളിൽ കൂടി ചെറിയ ട്യൂബ് ഇട്ട് നോക്കണതാണ് ലാറിംഗോസ്കോപ്പ്. ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ത്രോട്ടിൽ ബുദ്ധിമുട്ടുണ്ടാവും.
നമുക്ക് ഇങ്ങനെ നോക്കിയാലൊന്നും കാണാൻ പറ്റില്ല, ടോർച്ച് അടിച്ച് നോക്കിയാലൊന്നും പറ്റില്ല. അപ്പൊ ചെറിയൊരു ട്യൂബ് പോലെ ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ ഡയഗ്നോസ് അത് എന്താ നമ്മുടെ രോഗത്തിനുണ്ടായി അറിയാൻ പറ്റും. അതിലെന്തുണ്ടാവും? ചെറിയ ലെൻസ് ഉണ്ടാവും, ലെൻസും ലൈറ്റും ഉണ്ടാവും. ഈ ചെറിയ ലെൻസും ഈ ലൈറ്റും ഭയങ്കര വണ്ണം കുറഞ്ഞത് തിന്നായിട്ട്, ഇതിങ്ങനെ ലൈറ്റും ഈ ലെൻസും കൂടി ഇറക്കുമ്പോ അവിടെ നമുക്ക് ആ ലെൻസിൽ വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ത്രോട്ടിൽ എന്താ ഉള്ളത്, വോയിസ് ബോക്സിൽ എന്താ എന്ത് പറ്റിക്കൊണ്ടാണെന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, ലാറിംഗോസ്കോപ്പ് എന്ന് പറയണത് വണ്ണം കുറഞ്ഞ തിന്നായ ചെറിയ ലെൻസും, ലെൻസില്ലേ ലെൻസ്, ചെറിയ ലെൻസും ഉള്ള തിന്നായ വണ്ണം കുറഞ്ഞ ലൈറ്റ് ഉള്ള ഒരു ചെറിയ ട്യൂബാണ് ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്. ഈ തൊണ്ടയില് നമ്മുടെ ത്രോട്ടിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ലാറിംഗോസ്കോപ്പ് വെച്ച് ഇങ്ങനെ ഇറക്കി നോക്കിയാല് അറിയാൻ പറ്റും. ആ ലെൻസില് ചെറുതായ കുഞ്ഞു ലെൻസാണ്, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ആ ലെൻസ് അതിന്റെ ഉള്ളിൽ ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത് കണക്ട് ചെയ്യും, നമ്മള് മോണിറ്റർ എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ത്രോട്ടിൽ എന്തുണ്ട് എന്നുള്ളത്. കാരണം ലൈറ്റും ലെൻസും ഒക്കെയാണ് ആ ട്യൂബില്. ഓക്കെ, അത് മനസ്സിലായ? ലാറിംഗോസ്കോപ്പ് എന്ന് പറയണത് എന്താ? ഒരു ലെൻസും ലൈറ്റും ഉള്ള ചെറിയ ട്യൂബ്. ഓക്കെ, അതിങ്ങനെ ഇറക്കിയിട്ടാണ് നമ്മുടെ ത്രോട്ടിലുള്ള അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതൊരു എക്യുപ്മെന്റ് അല്ലേ? അതങ്ങനെ ഇറക്കണത് കൊണ്ടല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു അസുഖം. അപ്പൊ നമുക്ക് രോഗം നിർണ്ണയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതൊരു എക്യുപ്മെന്റ് ആയിട്ട് പറയുന്നത്. എന്താ? തെറാപ്യൂട്ടിക്, ചികിത്സാപരമായതാണ്. തെറാപ്യൂട്ടിക് ഏതൊക്കെയാണ്? നെബുലൈസ്, ലാറിംഗോസ്കോപ്പ്, പിന്നെന്താ ബ്രോങ്കോസ്കോപ്പ്. അതെന്താ? ശ്വസനനാളി ശാഖ. ഇതുപോലെ തന്നെ ലെൻസിന് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ചിലവർക്ക് ലെൻസിന് ഭയങ്കര ബുദ്ധിമുട്ട്, ശ്വാസം വിടാനാ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ലെൻസിലോട്ട് ഇതുപോലെ സ്കോപ്പ് ഇറങ്ങും. ചെറിയ വണ്ണം കുറഞ്ഞ അതിനും ഉണ്ടാവും, ഒരു ചെറിയ ലൈറ്റും ഉണ്ടാവും, ചെറിയ ലെൻസും ഉണ്ടാവും. അത് എവിടെ ഇറക്കും? ലെൻസിലോട്ട്. ഓക്കെ, ലാറിംഗോസ്കോപ്പ് ഇറക്കണത് വോയിസ് ബോക്സിലോട്ടും ബ്രോങ്കോസ്കോപ്പ് ഇറക്കണത് ലെൻസിലോട്ടും. ബ്രോങ്കോസ് നോക്കാൻ മതി. അതെന്താ? നമ്മുടെ ലെൻസ് പൾമിനറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബ്രോങ്കോസ്കോപ്പ്. അപ്പൊ 3 കാര്യമുള്ള തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്. ടോൺസിൽസ് കണ്ടുപിടിക്കാൻ, ടോൺസിൽസ് തൊണ്ടയായിട്ടൊക്കെ ബന്ധപ്പെടുന്നത് ലാറിംഗോസ്കോപ്പ് കേട്ടാ. ടോൺസിൽസ്, വോയിസ് ബോക്സ് അതൊക്കെ കണ്ടുപിടിക്കുന്നത് ലാറിംഗോസ്കോപ്പ്. ബ്രോങ്കോസ്കോപ്പ് നമ്മുടെ ലെൻസ് ആയിട്ട് ബന്ധപ്പെടുന്നത്. ഓക്കെ, പിന്നെ നെബുലൈസർ നമ്മള് ശ്വാസനം വഴി, അതും ശ്വസിക്കാൻ കൊടുക്കണ ആള്. കുട്ടികൾക്ക് ശ്വാസം കിട്ടാണ്ടാവുമ്പോ കഫക്കെട്ട്, കഫം തിങ്ങി ലെൻസിലേക്ക് തിങ്ങി കഴിയുമ്പോ ശ്വാസം കിട്ടാണ്ടാവുമ്പോ നെബുലൈസർ, അതെല്ലാവരും കണ്ടു കാണും. ഓക്കെ, ഇനി നിങ്ങൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ത്രോട്ടിന് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോ നിങ്ങൾ ഡോക്ടറോട് പറയാ ലാറിംഗോസ്കോപ്പ് ഒന്ന് കാണട്ടെ, ആ ബ്രോങ്കോസ്കോപ്പ് ഒന്ന് കാണിച്ചു തരുമോന്ന് ചോദിച്ചു കാണാം കേട്ടാ. അപ്പൊ തെറാപ്യൂട്ടിക്കിലാണ് ഇതൊക്കെ പെടുന്നത്. തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്, ഇതൊക്കെ എന്താ? തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ് 3 നെബുലൈസർ, ലാറിംഗോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ്. ഓക്കെ, ഇനി മോണിറ്ററിങ്. നമ്മൾ മോണിറ്റർ ചെയ്യണം. സ്ക്രീനില് നമ്മളിങ്ങനെ കൈ വെച്ചു മോണിറ്റർ ചെയ്യും. പൾസ് ഓക്സിമീറ്റർ, കാർഡിയാക് മോണിറ്റർ, ECG മെഷീൻ. എന്താ വെച്ചാൽ എന്താ? നമ്മള് പേഷ്യന്റ് ICU കിടക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മോണിറ്റർ ഉണ്ടാവും. മോണിറ്റർ ഉണ്ടാവില്ലേ? ആ മോണിറ്ററിൽ എന്തൊക്കെ റീഡ് ചെയ്യുമെന്നാണ് ഈ പറയണത്. എന്തൊക്കെ ഉണ്ടാവും? ഇപ്പുറത്ത് കൂടി ഇങ്ങനെ എസ് പോലെ വളഞ്ഞു പോണ്ടാവും, പൾസ് പോണ്ടാവും, പൾസ് ഓക്സിമീറ്റർ പോണ്ടാവില്ലേ? പിന്നെ കാർഡിയാക് മോണിറ്റർ, ആ ചെസ്റ്റിന്റെ കറക്റ്റ് എത്ര ഇതിലടിക്കണുണ്ടാ, ഹാർട്ട് ബീറ്റ് എത്ര ഉണ്ട്, അതുപോലെ ഉണ്ടാവും. ECG മെഷീൻ, നമ്മളെ ECG എടുക്കണത് ഹാർട്ട് റേറ്റ് അറിയാനായിട്ട്, അത് മോണിറ്ററിങ് പെടും. ECG മെഷീൻ എങ്ങനെ? ഒരു മെഷീൻ കൊണ്ടുവന്നിട്ടല്ലേ ECG എടുക്കണേ? ഒരു മെഷീൻ പേഷ്യന്റിന്റെ അരിയത്ത് കൊണ്ട് വെക്കും. എന്നിട്ട് ആ ECGയുടെ കുറെ പാർട്സ് എടുത്ത് നമ്മുടെ ചെസ്റ്റിൽ അവിടെ ഇവിടെ ഒക്കെ വെച്ച് കഴിഞ്ഞ് ഇതിന്റെ ഈ ഹാർട്ടിന്റെ നമ്മുടെ ചെസ്റ്റിന്റെ ലൈനും അതിന്റെ ഞരമ്പുകളും അതൊക്കെ ഇവിടെ പതിയും, ആ മോണിറ്ററിൽ പതിയും. എന്നിട്ട് നമുക്കത് കടലാസിൽ കിട്ടും. അതല്ലേ ECG അല്ലേ? അതാണ് മോണിറ്ററിംഗിൽ ചെയ്യണത്. നിങ്ങൾ ഓർത്താ മതി, ഒരു പേഷ്യന്റ് ICU കിടക്കണ്, ആ പേഷ്യന്റിന് ചുറ്റും
ഒരു നേരെ തലയുടെ മുകളിലായിട്ട് എന്തുണ്ടാവും? ഒരു മോണിറ്റർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതില് പൾസ് ഓക്സിമീറ്റർ ഉണ്ടാവും, കാർഡിയാക് മോണിറ്റർ ഉണ്ടാവും. അതുപോലെ തന്നെ ECG എടുക്കണതും ഇതുപോലെ മോണിറ്ററിങ് ചെയ്തിട്ടാണ്. ഓക്കെ, അത് മനസ്സിലായ? മോണിറ്ററിങ് പൾസ് ഓക്സിമീറ്റർ ഓക്സിജൻ ലെവൽ കണ്ടുപിടിക്കാനല്ലേ? പൾസ് ഓക്സിമീറ്റർ ഓക്സിജൻ കണ്ടുപിടിക്കാനാണ്. പക്ഷെ അത് മോണിറ്റർ ചെയ്യണത് എങ്ങനെ? നമ്മൾ എങ്ങനെ മോണിറ്റർ ചെയ്യണേ? ഓക്സിമീറ്റർ കണ്ടിട്ടുണ്ടാ? നമ്മളില് ഒരു ഓക്സിമീറ്റർ സാധനം നമ്മുടെ കയ്യുമ വെച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിന് കാണാൻ പറ്റും നമ്മുടെ എത്ര ഉണ്ടെന്ന് പൾസ് കാണാൻ പറ്റില്ലേ? ചെറിയ ഓക്സിമീറ്റർ കിട്ടും. ഇപ്പൊ ഞാൻ ICUല് കിടക്കുന്ന പേഷ്യന്റിന് ഞാൻ എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അത് വലുതായത് കൊണ്ട് നിങ്ങൾ ആ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടാ പറഞ്ഞത്. ചെറിയ ഈ കൊറോണ വന്ന സമയത്ത് ഓൺലൈനായിട്ട് അല്ലാണ്ടൊക്കെ ഒരുപാട് പേര് ചെറിയ ഓക്സിമീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ഇത്ര ഉള്ളൂ. ആ ചെറിയൊരു ഓക്സിമീറ്റർ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും. അത് നമ്മൾ ഇങ്ങനെ ഓണാക്കി, ബാറ്ററിയിലുള്ളത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് മോണിറ്റർ ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് മോണിറ്റർ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് കാണാൻ പറ്റില്ലേ ഒരു കളറിലെ നമ്പർ വരുന്നത്? അതാണ് മോണിറ്റർ ചെയ്യണത്. മനസ്സിലായ? ഞാൻ ICUല് എടുത്ത് പറഞ്ഞത് നിങ്ങൾ കണ്ടോട്ടെ, വലുതായിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചോണ്ടാണ്. ചെറിയ ഓക്സിമീറ്റർ ഉണ്ട്. ഓക്കെ, പിന്നെ ഇൻസ്ട്രുമെന്റ് IV സെറ്റ് ഇതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. 31 ഓക്കെ. ഇനി കുറച്ച് ഇതൊന്നും കൂടി ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞുതരാം. ഓക്കെ, അതിന്റെ പേര് ക്ലാസ്. ഓക്കെ ഓക്കെ, താങ്ക് യു.